ഓം നമ ശിവായ. 2025 ജനുവരി മാസം 26 ഞായറാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി, ഞായറാഴ്ച ദിവസത്തെ ഗ്രഹസ്ഥിതി പറഞ്ഞുതരാം. ഗ്രഹസ്ഥിതി പ്രകാരം ഞായറാഴ്ച ദിവസം ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനം: രാഹു മീനൻ രാശിയിൽ നിൽക്കുന്നു, വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു, ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു, കേതു കന്നി രാശിയിൽ നിൽക്കുന്നു, ചന്ദ്രൻ വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്നു, സൂര്യനും ബുധനും മകരൻ രാശിയിൽ നിൽക്കുന്നു, ശനിയും ശുക്രനും കുംഭൻ രാശിയിൽ നിൽക്കുന്നു. ഇതാണ് ഗ്രഹസ്ഥിതി. ഈ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്രഫലമാണ് പറയുന്നത്. ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യം പറയാം. മേടക്കുറുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസത്തിൻ്റെ അധിപനായ സൂര്യൻ പിതാവിൽ നിന്ന് ഗുണാനുഭവങ്ങളൊക്കെ ഈ നാളുകാർക്ക് കൊടുക്കുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത സുഖം, സൗഭാഗ്യം, ദാനശീലം, ഉന്നതരാൽ ബഹുമാനിക്കപ്പെടുക, അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസവും വന്നു ചേരുന്നൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതാനുഭവങ്ങൾ വലിയ കുഴപ്പമില്ലാതെ കടന്നു പോകുന്നൊരു ദിവസം കൂടിയാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് മേടക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈശ്വരവിശ്വാസം വർദ്ധിക്കുന്നൊരു ദിവസമാണ്. സത്യസന്ധതയോടുകൂടി പെരുമാറുന്നൊരു ദിവസമാണ്. ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. അറിവുണ്ടാകും, നല്ല ആരോഗ്യമുണ്ടാകും, സൗന്ദര്യമുണ്ടാകും, ബന്ധുജന ഭാഗ്യമുണ്ടാകും. എന്നാൽ പിതാവിനോട് അനിഷ്ടത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസമോ ശത്രുതയോ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എങ്കിലും പിതാവിൽ നിന്നുള്ള ഒരുപാട് നേട്ടങ്ങൾ, ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുന്നതാണെങ്കിൽ ഈ ജാതകർ പിതാവിനോട് ശത്രുതയിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഞായറാഴ്ച ദിവസത്തെ പ്രത്യേകിച്ചുള്ള അനുഭവം എന്നുള്ളത് മനസ്സിലാക്കുക. കുടുംബസുഖം ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല. എങ്കിലും ഈശ്വര വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയും ഈശ്വരനിൽ സകല കാര്യങ്ങളും ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നൊരു ദിവസമാണ് എന്നുള്ളതാണ് ഈ ഇടവക്കൂറുകാരുടെ നക്ഷത്രഫലം. ഇനി മിഥുനക്കൂറുകാരുടെ കാര്യം പറയാം. മിഥുനക്കൂറിൽപ്പെട്ട മകരൻ 2 പാദം തിരുവാതിര പുണർത്ത 3/4 നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം അത്ര അനുകൂലമായൊരു ദിവസമല്ല. കുടുംബസുഖമോ ധനപരമായ നേട്ടം ഉണ്ടാകണമെന്നില്ല. അവർക്ക് വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു ജീവിതാനുഭവം വന്നു ചേരാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ, സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചതി പറ്റാൻ സാധ്യതയുള്ള ദിവസമാണ്. കാരണം ഇവരുടെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ അഷ്ടമത്തിലാണ് ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ സൂര്യനും നിൽക്കുന്നത്. അതുപോലെ തന്നെ ചന്ദ്രൻ 6-ൽ നിൽക്കുന്നു. അതുപോലെ തന്നെ 12-ൽ വ്യാഴം നിൽക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ മോശമായ അനിഷ്ടസ്ഥാനസ്ഥിതരാണ് ഗ്രഹങ്ങളെല്ലാം തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും മിഥുനക്കൂറുകാർക്ക് തിക്താനുഭവങ്ങളൊക്കെ തന്നെയാണ് വന്നു ചേരുവാൻ സാധ്യത. സുഹൃത്തുക്കളുടെ ചതിയിലാക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. ബുദ്ധിപരമായ പരാജയം സംഭവിച്ച് സുഹൃത്തുക്കളുടെ ചതിയിൽ അകപ്പെടുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അത് ഇവർക്ക് ഒരു ഗ്രഹങ്ങൾ പോലും അനുകൂലമായ സ്ഥിതിയിലില്ല. 6, 8, 12-ലാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നത്. അതിനാൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. കുടുംബസുഖം കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ ഇവർക്ക് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം സ്വീകരിക്കുവാൻ. അതുപോലെ തന്നെ ധനപരമായ ആവശ്യങ്ങൾ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുക. അപ്പോൾ അതിലൂടെ കയ്യിലിരിക്കുന്ന പണം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഇവരുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തനങ്ങളിലൊക്കെ പെട്ട് കഴിയുന്നവരെ സഹായിക്കുവാൻ ഇവർ പോകാൻ സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ പോകുമ്പോൾ തന്നെ ഇവർക്ക് ചതി പറ്റാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാലം പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് ഭാര്യാഭർത്തൃ സുഖഹാനി ഉണ്ടാകുന്നൊരു ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം. മനോദുഃഖം, മാനഹാനിയൊക്കെ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പാപപ്രവൃത്തികളൊക്കെ ചെയ്യുവാൻ സാധ്യതയുണ്ട്. ഉറപ്പില്ലാത്ത മനസ്സും കോപവും ഒക്കെ അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വരെ വേട്ടയാടുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളത് കർക്കിടകക്കൂർ അറിഞ്ഞിരിക്കുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം 1/4 നാളുകാരെ സംബന്ധിച്ച് ധനധാന്യ നേട്ടവും നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ബന്ധുക്കളുടെ സഹകരണമൊക്കെ കാര്യമായിട്ട് ഉണ്ടാകുന്നൊരു ദിവസമാണ്. നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാണ്. ശത്രുക്കളെ ജയിക്കുവാനും സൽപ്രവൃത്തി ചെയ്യുവാനും ഒക്കെ ഒരു സാഹചര്യം വന്നു ചേരുന്നൊരു ദിവസമാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് ചിങ്ങക്കൂറുകാർ മനസ്സിലാക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് വളരെ ചിന്ത ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ബുദ്ധി ശരിക്കും വർക്ക് ചെയ്യുന്നൊരു ദിവസമാണ്. പക്ഷേ അതുകൊണ്ട് കാര്യമായിട്ടുള്ള നേട്ടം ഉണ്ടാകണമെന്നില്ല. ധനസ്ഥിതി മോശമാകും. ബന്ധുക്കളുടെ സഹകരണം കാര്യമായിട്ടുണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ ആരോഗ്യം മോശമാകാൻ സാധ്യതയുണ്ട്. ആഹാരം കൃത്യമായിട്ട് കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നില്ല. ടെൻഷനും പ്രയാസങ്ങളും പുത്രദുഃഖം വരെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്.
ദാരിദ്ര്യം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചിലരൊക്കെ ദേഷ്യം പൂണ്ട് ക്രൂര കൃത്യങ്ങളിലൊക്കെ അകപ്പെടാൻ സാധ്യതയുണ്ട്. മോശമായ അനുഭവങ്ങളാണ്. ബുദ്ധിപരമായിട്ടുള്ള പരാജയം സംഭവിച്ചാണ് അവർക്ക് പ്രതികൂലമായ ഒരു മനസ്സുണ്ടാകുന്നത്. അവർ ഒരു കാര്യത്തിലും അവർ വിജയിക്കാൻ സാധ്യതയില്ലെന്നുള്ളതാണ് ഈ കന്നിക്കൂറുകാരുടെ ഒരു പ്രശ്നം. ഏതൊരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും അവിടെയൊന്നും അനുകൂലമായൊരു സാഹചര്യം വന്നു ചേരാൻ വരുമ്പോൾ ഇവർ സ്വമേധയാ കോപിഷ്ഠരായി പാപപ്രവൃത്തികൾ ചെയ്യാനുള്ള സാഹചര്യം ഇവരിലേക്ക് വന്നു ചേരുന്നു. ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ള സാഹചര്യമുണ്ട്. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം വീട്, സ്വത്ത്, വാഹനം, സ്വത്തുക്കൾ എന്നിവ സംബന്ധിച്ചുള്ള ഒരു താൽക്കാലികമായ നേട്ടം ഉണ്ടാകുമെങ്കിലും അത് വലിയൊരു പതനത്തിലേക്ക് ഇവരെ കൊണ്ട് ചെന്നെത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നോക്കുമ്പോൾ ഇവർക്ക് ധനപരമായ നേട്ടം, വാഹനം കൊണ്ടുള്ള നേട്ടം, സ്വത്തുക്കൾ, പ്രശസ്തി, അങ്ങനെ വാക്കാൽ നിമിഷ നേരം കൊണ്ടെല്ലാം ഉണ്ടായതുപോലൊരു തോന്നൽ ഇവർക്കുണ്ടാവുകയും പിന്നീട് അത് വലിയൊരു ചതിയിലേക്ക് ചെന്ന് വീഴാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. ദാമ്പത്യ ജീവിതത്തിലും അത്ര അനുകൂലമായ അനുഭവം ഉണ്ടാകണമെന്നില്ല. കേസിലും പ്രശ്നങ്ങളിലും ഒക്കെ അകപ്പെടാനുള്ള സാധ്യത തുലാക്കൂറുകാർക്കുണ്ട്. പ്രത്യേകിച്ച് ധനപരമായ വിഷയങ്ങളിലൊക്കെ കേസിലകപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് തുലാക്കൂർ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖാൽ അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം മൂത്ത സഹോദരൻ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ദോഷം വന്നു ചേർന്നാൽ പോലും പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും യാത്ര ചെയ്യുവാനും ഈശ്വരഭക്തി വർദ്ധിക്കുവാനും ശത്രുനാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ഒരു മനസ്സുണ്ടാകുന്നൊരു ദിവസമായിരിക്കും. നല്ല സുഹൃത്തുക്കൾ, നല്ല ഭാര്യ, നല്ല കുട്ടികൾ, നല്ല ഭർത്താവ്, അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരാം. എങ്കിലും ഇവർക്ക് മൂത്ത സഹോദരൻ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം വന്നു വീഴാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഈ ഞായറാഴ്ച ദിവസത്തെ പ്രത്യേകത. അമിതമായ ഭോഗാസക്തി, അതായത് മദ്യം കഴിക്കുന്നവരാണെങ്കിൽ കൂടുതൽ മദ്യം കഴിക്കണം എന്നുള്ള ചിന്ത വരും. ആഹാരം കഴിക്കുന്നവരാണെങ്കിൽ കൂടുതൽ ആഹാരം കഴിക്കാനുള്ളൊരു താല്പര്യം തോന്നും. അങ്ങനെ ഏതൊരു കാര്യത്തിലും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യമുള്ള വിഷയങ്ങളിൽ അവർക്ക് കൂടുതൽ ഒരു ആസക്തി ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ അനുഭവങ്ങളിൽ കൂടി ഈ വൃശ്ചികക്കൂറ് കടന്നു പോകുന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖം കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിൽ കാണുന്നു. കാരണം ഒരു വിധത്തിൽ ചിന്തിച്ചാൽ അവർക്ക് ഭാഗ്യകരമായ അനുഭവങ്ങളാണ് വന്നു ചേരേണ്ടത്. അവരുടെ 9ാം ഭാവാധിപനും 10ാം ഭാവാധിപനും ഒരുമിച്ച് ചേർന്നാണ് 2ാം ഭാവത്തിൽ നിൽക്കുന്നത്. പക്ഷെങ്കിൽ 9ാം ഭാവത്തിൻ്റെ അധിപൻ സൂര്യൻ അവർക്ക് കാര്യമായിട്ടുള്ള ധനനേട്ടത്തെ കൊടുക്കുകയില്ല. കാരണം മകരൻ രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത്. മകരൻ രാശിയിൽ നിൽക്കുന്ന സൂര്യൻ ധനപരമായുള്ള നേട്ടത്തെ ജാതകർക്ക് കൊടുക്കത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ 10ാം ഭാവത്തിൻ്റെ അധിപനും കൂടെ ചേർന്നാണ് നിൽക്കുന്നത്. 10ാം ഭാവത്തിൻ്റെ അധിപൻ സൂര്യൻ്റെ ശക്തിപ്രഭാവം കൊണ്ട് മൗഢ്യനായി നിൽക്കുക, ബുധൻ മൗഢ്യനായി നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള ഒരു നേട്ടം കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. ദാമ്പത്യ ജീവിതം കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. അഭിപ്രായ വ്യത്യാസവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പോകാം. എന്നാൽ ചിലർക്ക് തൊഴിലിടങ്ങളിൽ നിന്നുള്ള ധനവരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ളതൊഴിച്ചാൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം പ്രതിസന്ധി വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം അവർക്ക് ദൈവാധീനക്കുറവ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. നീചമായ കൂട്ടുകെട്ടും നീചബന്ധത്തിലൊക്കെ അകപ്പെട്ട് ബുദ്ധിപരമായ പരാജയങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആപത്തനർത്ഥങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. തലയ്ക്ക് മുറിവേക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഭാഗ്യക്കേടുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പെൺകുട്ടികളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് മകരക്കൂറുകാർ മനസ്സിലാക്കുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് പ്രതികൂലമായ അനുഭവമായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവർക്ക് ബുദ്ധിപരമായ പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ധനപരമായ നഷ്ടം, അതുപോലെ തന്നെ നേത്രരോഗം, പുത്രദുഃഖം, പിതാവിനോട് ശത്രുത, അങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ, മാനസികമായും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ ഈ കുംഭക്കൂറുകാർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അവർക്ക് 12ലാണ് സൂര്യൻ നിൽക്കുന്നത്. ഞായറാഴ്ച ദിവസത്തിൻ്റെ അധിപനായ സൂര്യൻ 12ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഒരു പാപഗ്രഹമാണ് 12 നിൽക്കുന്നത്. അപ്പോൾ പാപ സംബന്ധം അല്ലെങ്കിൽ തിക്താനുഭവങ്ങൾ തന്നെയാണ് അവർക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ. അവരെ വേദനിപ്പിക്കുന്ന, അവർക്ക് നഷ്ടമുണ്ടാകുന്ന പല സാധ്യതകളും അല്ലെങ്കിൽ സാഹചര്യങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് വളരെ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്.
അവർക്ക് രോഗമോ ശത്രുതയോ കടബാധകളോ ഒന്നും അലട്ടുന്നൊരു ദിവസമല്ല. ഇനി ഉണ്ടെങ്കിൽ പോലും അവർക്ക് ആശ്വാസം വന്നിരുന്നൊരു ദിവസമാണ്. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം പ്രതീക്ഷിക്കാം. കടബാധകളാൽ ഭാരപ്പെടുന്നവർക്ക് അവിടെ ആശ്വാസം ലഭിക്കും. ശത്രുതകളൊന്നും വന്നു ചേരാത്തൊരു നല്ല ദിവസമായി മാറും. നല്ല ദാമ്പത്യ ജീവിതം, മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ, അങ്ങനെ സൗഭാഗ്യമായ അനുഭവങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളത് മീനക്കുറുകാർ മനസ്സിലാക്കിക്കൊള്ളുക. അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകത്തില്ല എങ്കിൽ പോലും ബുദ്ധി കൊണ്ടുള്ള വിജയം കൈവരിച്ച് അവർക്ക് നല്ല ദാമ്പത്യ ജീവിതവും സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു ചേരുന്ന ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളത് മീനക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.